സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ. വടക്ക് പുറത്ത് ഒരു ചോദ്യമില്ല. അവസാനിച്ചു. പത്രപ്രവർത്തകനായ ചിത്രകലൻ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. CPM-ന്റെ കനത്ത തോൽവിക്ക് കാരണം ഭരണവികാരം അല്ല, മറിച്ച് ഇയാളുടെ പെരുമാറ്റമാണ്. അതൊരു ശരിയായ ഏർപ്പാടല്ലേ? ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ? നിങ്ങൾക്ക് എന്താ തർക്കിക്കാണോ വേണ്ടത്? ബാധനക്കാവണം. അമ്മാതിരിക്ക് വേണ്ടി വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത്. സോറി, മുൻ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇത്രയും കാലം ഭരിച്ചത്. എന്തും കാണിക്കാനുള്ളൊരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഞാൻ നല്ലത് എന്തൊക്കെ പറഞ്ഞു വന്നാൽ എനിക്ക് അതിനകത്ത് വിഷമം തോന്നുന്ന കാര്യമില്ല. ഭരണം എത്ര നന്നായിട്ടും കാര്യമില്ല. നമ്മുടെ സ്വഭാവം വളരെ മോശമാണെങ്കിൽ എന്ത് കാര്യം? ഇപ്പോൾ CPM-ന്റെ ഉള്ളിലുള്ള എല്ലാവരും പറയുന്നു മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് കാരണം എന്ന്. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും സംസാരിക്കാതെ ഇറങ്ങി പോകേണ്ടതായിരിക്കും. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് പെരുമാറേണ്ടതെന്ന് സതീശനെ കണ്ടുപഠിക്കണം. അത് പറയാൻ കാരണം ഇന്നലെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്തുള്ള ചില വീഡിയോകൾ പിണറായിയുടെ മുമ്പിൽ വെച്ച് നടന്നതാണ്. കണ്ടു നോക്കൂ. ഈ വേദിയിലേക്ക് വരുന്നു. ആദ്യം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അമ്മയാണ്. അമ്മയുടെ കയ്യിൽ VD സതീശനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയാണ്. വീട് വെച്ച് നൽകാനൊക്കെ സഹായിച്ചത് VD സതീശനാണ്. അപ്പോൾ ചേർത്ത് പിടിക്കുകയാണ്. ഈ സ്ത്രീയുടെ പേരാണ് സീതാലക്ഷ്മി അമ്മാൾ. ഒരു കാലത്ത് പ്രളയം വന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സതീശാണ് ഇവരെ ചേർത്ത് പിടിച്ചതും ഇവർക്ക് വീട് വെച്ചു കൊടുത്തതും എല്ലാം ചെയ്തു കൊടുത്തത്. ആദ്യം വിളിച്ചത് VD സതീശനാണ്. അത്രയും മകനെ പോലെയല്ല, മകനാണ് എന്നാണ് പറയുന്നത്. നമുക്ക് രാഹുൽ ഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് VD സതീശൻ. രാഹുൽ ഗാന്ധി ചേർത്ത് പിടിക്കുന്നു, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണിത്. ഇതേ സ്ഥാനത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. VD സതീശനെ കെട്ടിപ്പിടിച്ച ഈ ദിവസം മകൻ എന്ന് വിളിക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് ആ കാഴ്ച കാണാൻ വേണ്ടി എത്തിയതാണ് അമ്മാളും അമ്മ. അപ്പം ഒരു തടസ്സങ്ങളും ഇല്ലാതെ അവർ ആദ്യം ഉണ്ടായിരുന്നത് ആൾക്കൂട്ടത്തിൽ നടുക്കായിരുന്നു. അവിടെ നിന്നും സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് സതീശനെ വേണമെങ്കിൽ പറയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം കാണാമെന്ന്. പക്ഷേ അതിനൊന്നും കൂട്ടാക്കിയില്ല. അതാണ് സ്നേഹം. മൂത്തവരെ രണ്ടെണ്ണത്തിന് ദൈവം കൊണ്ട് തന്നില്ലട കൂട്ടാ. എനിക്ക് ഓരോരുത്തർ തന്നാൽ ഞാൻ ഇങ്ങനെ വരില്ലായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെയാണ്. എനിക്ക് എൻ്റെ പൊന്മോൻ എനിക്ക് പുറത്താണ്ട് പോയ മക്കളെല്ലാം ഓർത്തനാണ് അവർ. ബാക്കി എനിക്ക് അതാവുമെന്നായിരുന്നു. ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ. നമ്മൾ കൊടുത്താൽ അതേ സ്നേഹം തിരിച്ചു കിട്ടും. സതീശൻ ഇട്ട പേര് എനിക്ക് അമ്മ കഥ പറയാം. ആദ്യമായിട്ട് വെള്ളപ്പൊക്കം വന്നു, പ്രളയം വന്നപ്പോൾ ഞങ്ങൾ മാറ്റുന്ന പാലൊക്കെ മുങ്ങി. എല്ലാവരും കൂടെ പെരുമണ്ണ സ്കൂളിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ സ്കൂളിൽ ഭക്ഷണവും ഉടുക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സതീശനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. CPM-ഉം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ അതുമാത്രം പോരല്ലോ. നമ്മുടെ സംസാരം ശരിയില്ലെങ്കിൽ എല്ലാം നശിക്കും. അതിന് ഒറ്റ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ലാതെ ഭരണവികാരം മാത്രമല്ല. ഞാനില്ല നിങ്ങളുടെ കൂടെ, പിന്നെ എന്തിനാ പേടിക്കണേ? ഞാൻ ജീവനോടുകൂടി ഉണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണവും ഉടുക്കാനൊക്കെ ഇഷ്ടം പോലെ. ഇന്നും അയാളുടെ പേര് ഓർക്കാത്ത ദിവസമില്ല കൂട്ടാ. CPM-ന് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അഭിമാനം ഉള്ളവരാണ്. അവരെപ്പറ്റി എന്തും വിളിച്ചു പറഞ്ഞാൽ അവർ സഹിക്കില്ല. അതെല്ലാം മനസ്സിലാക്കി തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനാണ് CPM തയ്യാറാവുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള വകുപ്പുണ്ട്.